അപ്പം നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചു. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അരിത്തമെറ്റിക് മീനാണ് കാണാനുള്ളത്. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് 3 ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ 3 ടേംസ് ഉണ്ടെങ്കിൽ അതിൽ മിഡിൽ വൺ ആയിരിക്കും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. മറ്റ് രണ്ടെണ്ണത്തിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് മിഡിലുള്ള സംഖ്യ ആയിരിക്കും. ഇപ്പോൾ എ ബി സി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 3 എലമെൻ്റാണ് എ ബി സി എങ്കിൽ എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. അതാണ് അതിനകത്ത് പറയണത്. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അരിത്തമെറ്റിക് മീനിനെ നമ്മൾ എ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അരിത്തമെറ്റിക് മീനിനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ എ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. നമുക്ക് എ കാണാനുള്ള അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് a+b/2 ആണ്. അപ്പോൾ അതാണ് അതിനകത്ത് പറയണത്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 നമ്പർ തന്നിട്ടുണ്ട്, 4ഉം 16ഉം. ഒരു എക്സാമ്പിൾ പറയാണ്, 4, 16 2 നമ്പർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ 4 + 16 ÷ 2 ആണ് ചെയ്യേണ്ടത്. സോ 16 + 4 20, 20 ÷ 2 10 നമുക്ക് കിട്ടുക. അരിത്തമെറ്റിക് മീൻ 10 കിട്ടുക. സോ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. 4 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ്, 10 എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ്, 16 എന്ന് പറയുന്നത് തേർഡ് എലമെൻറ്റ്. 16ൻ്റെയും 4ൻ്റെയും അരിത്തമെറ്റിക് മീനാണ് 10 എന്ന് പറയുന്നത്. 16 + 4 ÷ 2. സോ ഈ രണ്ട് സംഖ്യയുടെ മിഡിലുള്ള സംഖ്യയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അകത്തോട്ട് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ സ്ക്രീനിനകത്ത് എക്സാമ്പിൾ 3.16 നോക്കാം. അതിനകത്തൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 3, 24 രണ്ട് നമ്പേഴ്സ്. 3 എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആദ്യത്തെ നമ്പർ 3ഉം അവസാനത്തെ നമ്പർ 24ഉം ആണ്. ഇതിനിടയിൽ 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. 3നും 24നും ഇടയിലുള്ള 6 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 6 നമ്പർ പറയുമ്പോൾ ഈ 3ഉം 24ഉം കൂടെ ചേർന്നിട്ട് 8 നമ്പർ ഉണ്ടാവും അല്ലേ? 6 + 2 3ഉം 24ഉം ഓരോ എലമെൻ്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഒരു 6 നമ്പർ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ 6 + 2 8 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക മൊത്തം. അപ്പോൾ നമ്മൾ A1 കാണണം, A2 കാണണം, A3 കാണണം, A4 കാണണം, A5 കാണണം, A6 കാണണം. സോ 3നും 24നും ഇടയിലുള്ള ഈ 6 നമ്പേഴ്സ് നമ്മൾ കാണണം. സോ ഇത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എ നമുക്ക് അറിയാം. 3 ഫസ്റ്റ് എലമെൻറ്റ് തന്നിട്ടുണ്ട്, 3 എന്ന് പറയണത്. N ലാസ്റ്റ് നമ്പർ, നമുക്ക് ലാസ്റ്റ് നമ്പർ തന്നിട്ടില്ല. പകരം നമുക്ക് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അകത്ത് എന്നറിയാം. 6 നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. 3, 24 എന്ന് പറഞ്ഞിട്ട് 2 നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമ്പേഴ്സ് 8 ആണ്. അപ്പോൾ n = 8. ഇനി ബി എന്ന് പറയുന്നത് ഇവിടെ എ ബി എന്ന് പറയുന്നത് ബി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് സംഖ്യയാണ്. അരിത്തമെറ്റിക് മീനിനകത്ത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് സംഖ്യയും ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് എമൗണ്ടും ആണ്. സോ ബി = 24. ലാസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 24 ആണ്. സോ നമ്മളിനി ഇതിൽ 3നും 24നും ഇടയിൽ 6 നമ്പർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കിട്ടണം, ഡി കിട്ടണം. അപ്പോൾ ഡി കാണാൻ നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഫോർമുല യൂസ് ചെയ്യാം. L = a+n - 1 × d എന്നുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. L എന്ന് പറയുന്നത് ഇവിടെ, അല്ലെങ്കിൽ Sn എന്നൊക്കെ പറയണത് ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 24 ആണ്. സോ 24 = a+n - 1 × d. എ എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് n - 1. ടോട്ടൽ നമ്പേഴ്സ് 8 ആണ്. സോ 8 - 1 n - 1 × d. നമുക്ക് അറിയില്ല. സോ 24 = 3 + 8 - 1 × d. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d കിട്ടും. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 24 = 3 + 8 - 1 7 ആണ്, 7d. 3 + 7d. സോ നമ്മൾ 24നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. സോ 7d ഇങ്ങോട്ട് വരും. 7d = 24 - 3. ഞാൻ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെൻസിൽ കൊണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. 7d = 24 - 3. സോ d = 24 - 3 21. 21 ÷ 7 3 കിട്ടുക. സോ d കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനിടയിലുള്ള 6 നമ്പർ, 3നും 24നും ഇടയിലുള്ള 6 നമ്പർ നമുക്ക് കാണാൻ പറ്റും. സോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് a+d കണ്ടാൽ മതി. എ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. ആദ്യത്തെ എലമെൻറ്റ് 3 ആണെന്ന് അറിയാം. സോ അടുത്ത എലമെൻറ്റ് കാണാൻ ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി. സോ a+d
മൂന്നാണ് ആദ്യത്തെ എലമെന്റ്, കോമൺ ഡിഫറൻസ് 3 ആണ്, ഡിയും 3 ആണ്. സോ 3 + 3 6 കിട്ടി. ഇനി രണ്ടാമത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ മീൻസ് മൂന്നാമത്തെ എലമെന്റ് അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, a + 3d ചെയ്താൽ മതി, സോറി a + 2d ചെയ്താൽ മതി. അപ്പോൾ a + 2d ചെയ്യാന്ന് വെച്ചാൽ a എന്ന് പറയുന്നത് 3, സോ 2d എന്ന് പറഞ്ഞാൽ 2 × 3, 2 × 3 6, 6 + 3 9. ഇനി മൂന്നാമത്തെ എലമെന്റ് കാണുക. മൂന്നാമത്തെ എലമെന്റ് അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നാലാമത്തെ എലമെന്റ്, പക്ഷെ നമ്മുടെ 6 നമ്പറിൽ മൂന്നാമത്തെ നമ്പർ. അപ്പോൾ അത് കാണാൻ a + 3d ആണ്. a + 3d = a 3 ആണ്. 3a + 3d പറയുമ്പോൾ 3 × 3, 3 × 3, 3 9, 9 + 3 12. അതേപോലെ ഇനി a + 4d, a4 കാണാൻ a + 4d, 3a + 4 × 3, 3 4 12, 12 + 3 15. അതേപോലെ ഇനി a5 കാണാൻ a + 5d, 3a + 5 × 3, 5 15, 15 + 3 18. അതേപോലെ ആറാമത്തെയും കാണാം a + 6d, 3a + 6 × 3, 3 18, 18 + 3 21. അപ്പോൾ നമുക്ക് ഈ 3നും 24നും ഇടയിലുള്ള 6 നമ്പർ കിട്ടി. 6, 9, 12, 15, 18, 21. ഈസിയാണ് ഇത് കാണാൻ. അതേപോലെ തന്നെയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യനും തന്നിരിക്കുന്നത്. 3.17. 3.17 അകത്ത് പറയുന്നത് 4നും 68നും ഇടയിലുള്ള 15 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. സോ 4നും 68നും ഇടയിൽ 15 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് മൊത്തം 15 പിന്നെ 17 അല്ലേ, 17 നമ്പർ ഉണ്ടാവും മൊത്തം. 4ഉം 68ഉം കൂട്ടിയിട്ട് ഫസ്റ്റ് എലമെന്റ് 4, ലാസ്റ്റ് എലമെന്റ് 68. ഇതിനിടയ്ക്ക് 15 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ, അരിത്തമെറ്റിക് മീൻ ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ 2ഉം 15ഉം കൂടെ ചേർന്ന മൊത്തം 17 നമ്പേഴ്സാണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ഉള്ളത്. സോ നമുക്ക് ഇനി കാണാം. എങ്ങനെയാണ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 17 നമ്പറാണെന്ന് നമുക്കറിയാം. 17ാമത്തെ നമ്പർ 68 ആണെന്ന് തന്നിട്ടുണ്ട്, ഒന്നാമത്തെ നമ്പർ 4 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ Sn = a + n - 1 × d എന്നുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് S17 എന്ന് പറഞ്ഞാൽ 17ാമത്തെ നമ്പർ, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 17ാമത്തെ സംഖ്യ 68 ആണ്. സോ 68 = a + 16d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, a + 16d ചെയ്താൽ മതി. 17ാമത്തെ ഐറ്റം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ a + 16d ചെയ്താൽ നമുക്ക് 17ാമത്തെ ഐറ്റം കിട്ടും. 17ാമത്തെ ഐറ്റം സംഖ്യ 68 ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് d കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള 15 നമ്പറും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ d കാണാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുല തന്നെ സോൾവ് ചെയ്താൽ മതി. 68 ആണ് S17 അല്ലെങ്കിൽ 17ാമത്തെ ടേം നമുക്കറിയാം. 17ാമത്തെ ഐറ്റം കാണാൻ a + 16d, a + 16d ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 68 = a + a എന്ന് പറയുന്നത് 4 ആണ്, ഫസ്റ്റത്തെ ഐറ്റം 4 ആണ്, 4a + 16d, d നമുക്കറിയില്ല. സോ ഇതാണ് ഇക്വേഷൻ. 68 = 4 + 16d. ഈ ഒരു ഫോർമുല സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d കിട്ടും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? 16d = അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. സോ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ 68 - 4, 68 - 4 എന്ന് പറയുമ്പോൾ 64 ആണ് വരിക. സോ d = 64 / 16, 4 ആണ് വരിക. d എന്ന് പറയുന്നത് 4 ആണ് കിട്ടുക. സോ ഇനി നമുക്ക് അതിനിടയിലുള്ള 15 നമ്പേഴ്സും കണ്ടുപിടിക്കാം. ആദ്യത്തെ നമ്പർ 4 ആണ്. സോ 4 + 4 8 ആണ് അടുത്ത നമ്പർ. 8 + 4 12 ആണ് അടുത്ത നമ്പർ. 12 + 4 എത്രയാണ്? 16. അങ്ങനെ പോയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള 15 നമ്പേഴ്സും അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് സംഖ്യകൾക്കിടയിലുള്ള സംഖ്യകൾ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനും അരിത്തമെറ്റിക് മീനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കുറേ നമ്മൾ ചെയ്യുക. സമയമില്ല, തേർഡ് സെം കംപ്ലീറ്റ് ചെയ്യാൻ സമയമായി. ഞാൻ തേർഡ് സെം തുടങ്ങിയത് തന്നെ സെപ്റ്റംബറിലാണ്. കാരണം സെപ്റ്റംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ശരിക്കും 6 മാസം സമയം കിട്ടേണ്ടതാണ്. എനിക്ക് ആകെ 3 മാസമൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ മാസം. അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ എല്ലാ പ്രോബ്ലവും ചെയ്തുകൊണ്ട് പോർഷൻസ് തീർക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഡെയിലി 1 hour വരെ ക്ലാസ് ഉള്ളൂ. 1 hour പോലും ഇപ്പോൾ ഇല്ലല്ലോ. ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു സമയം കഴിയും. സോ
നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ബാക്കി എക്സാമ്പിൾസ് ഒക്കെ. ഇതിൻ്റെ എക്സസൈസ് ചെയ്യുക. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ജോമെട്രിക് പ്രോഗ്രഷനും അതേപോലെ തന്നെ ജോമെട്രിക് മീനും. അപ്പോൾ നമുക്കിതിൽ ഇനി 2 കോൺസെപ്റ്റും കൂടെ പഠിക്കാനുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷനും ജോമെട്രിക് മീനും, അതേപോലെ തന്നെ ഹാർമോണിക് പ്രോഗ്രഷനും ഹാർമോണിക് മീനും. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞാൽ സെറ്റ് മെട്രിക്സ് ആ ഒരു ചാപ്റ്ററിലോട്ട് പോകും. സോ നിങ്ങൾ പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വേണമെന്നുള്ളവർ വർക്കൗട്ട് ചെയ്യുക കേട്ടോ.